വൈകാശീയം. രചന നിലാവിൻ്റെ കൂട്ടുകാരി. അവതരണം സാലിം കരുളായി. അമ്മേ, ഞാനൊന്ന് വീട്ടിൽ പോട്ടെ, അച്ഛൻ വിളിച്ചിരുന്നു. രാവിലെ തന്നെ അച്ഛൻ വിളിച്ച് തന്നെ കാണാൻ തോന്നുന്നു പറഞ്ഞത് സങ്കടം തോന്നി. ദിവസവും വീഡിയോ കോൾ ചെയ്യുമെങ്കിലും ഇത്രയും ദിവസമായിട്ടും അങ്ങോട്ട് പോയിട്ടില്ല. അതിനെന്താ മോളെ, പോയി 2 ദിവസം താമസിച്ചിട്ട് വാ. കല്യാണം കഴിഞ്ഞതിന് ശേഷം അതിലെ പോയിട്ടില്ലല്ലോ. അത് പിന്നമ്മേ, കുഞ്ഞ്. ഒരു കാര്യം ചെയ്യ്, മോള് കുഞ്ഞിനെയും കൊണ്ടുപോയിക്കോ, ഞാൻ അച്ഛനോട് പറയാം. അത് വേണോ അമ്മേ? അല്ല, ദക്ഷ സമ്മതിക്കുവോ? അറിയില്ല, ഞാൻ സംസാരിച്ച് നോക്കാം. മോള് പോയി റെഡിയായിക്കോ. വേഗം പോയി നല്ലൊരു ചുരിദാറിട്ട് റെഡിയായി വന്നപ്പോൾ അമ്മയും തന്നെ കാതെന്ന പോലെ സെറ്റിയിലിരിപ്പുണ്ടായി. ആ മുഖം കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ദക്ഷ സമ്മതിച്ചില്ലെന്ന്. മോളെ, അച്ചു കുഞ്ഞിനെ കൂടെ കൂടണമെന്ന് പറഞ്ഞല്ലേ? സാരല്ലമ്മേ, ഞാൻ പോകുന്നില്ല. അത് വേണ്ട, മോൾ ഏതായാലും റെഡിയായി വന്നതല്ലേ, പോയിട്ട് വാ. അവർക്കും ആഗ്രഹം കാണില്ലേ മോളെ കാണാൻ. എന്നാ ഞാൻ വേഗം വരാമേ. ഇത് മോള് വെച്ചോ, നിങ്ങളുടെ വീടിന്റെ ആധാരാണ്. അമ്മേ, ഇത് അച്ഛൻ്റെ ഓപ്പറേഷന് മാമൻ തന്ന ക്യാഷ് കൊടുത്തു വീട്ടാൻ വേണ്ടി ആധാരം പണയം വെച്ചിരുന്നു. അത് അമ്മ കയ്യിൽ തന്നതും അറിയാതെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. മോളന്ന് നമ്മുടെ ബാങ്കിലായിരുന്നു ഇത് പണയം വെച്ചത്. കഴിഞ്ഞ ദിവസം ഹരിയണ്ണൻ ഇത് എനിക്ക് തരാൻ വേണ്ടി എന്നെ ഏൽപ്പിച്ചത്. ഇത് കേട്ടതും വൈകക്ക് കരച്ചിൽ വന്നു. അയ്യേ, കരയാതെ വേഗം പോവാൻ നോക്കിയേ. കുഞ്ഞുണന്നാ പിന്നെ നിന്റെ പോക്ക് നടക്കില്ലട്ടോ. പിന്നെ ഇത് വെച്ചോ, പോകുന്ന വഴിക്ക് എന്തേലും വാങ്ങാം, വെറും കൈയോടെ പോകണ്ട. അതും പറഞ്ഞ് കുറച്ച് നോട്ടുകൾ കയ്യിൽ തന്നതും കുറെ വേണ്ടെന്ന് പറഞ്ഞു. അവസാനം അമ്മ സമ്മതിക്കാതെ വന്നു. പോവാൻ നേരം തിരിച്ച് മുറിയിലേക്ക് തന്നെ പോയി ബേബി ബെഡിൽ കിടന്നുറങ്ങുന്ന കുഞ്ഞിനെ എടുത്ത് താഴേക്ക് വന്ന് അമ്മക്ക് നോക്കാൻ സുഖത്തിനായി താഴത്തെ റൂമിലെ തൊട്ടിലിട്ട് കുഞ്ഞിന്റെ കവള് ചൂണ്ടിച്ചു. കുഞ്ഞിനെ വിട്ടുപോകാൻ തോന്നുന്നുണ്ടായിരുന്നില്ല. ഈ കുറഞ്ഞ ദിവസം കൊണ്ട് തന്നിലൊരു ഭാഗമായി മാറിയിരുന്നു ആ കുഞ്ഞമ്മ. കുഞ്ഞിനുള്ള പാലും റെഡിയാക്കി ഫീഡിംഗ് ബോട്ടിൽ നിറച്ചു വെച്ചായിരുന്നു പോയത്. അമ്മയോട് യാത്ര പറഞ്ഞിറങ്ങുമ്പോഴും കുഞ്ഞില്ലാത്തതിന്റെ സങ്കടം ഉണ്ടായിരുന്നു. അറിയായിരുന്നു അസുരൻ സമ്മതിക്കില്ലെന്ന്. കാരണം അവനും കുഞ്ഞില്ലാതെ പറ്റില്ലെന്ന് അറിയാം. എവിടെ പോയാലും കുഞ്ഞിന്റെ കാര്യം അറിയാൻ എനിക്ക് അമ്മയെ വിളിക്കുന്നതും കേൾക്കാം. വീട്ടിലെത്തുമ്പോൾ തന്നെ കാത്തുന്ന പോലെ എല്ലാവരും ഉമ്മർത്തുന്നുണ്ടായിരുന്നു. ശനിയായതുകൊണ്ട് അമ്മൂനും വിച്ചുനും ക്ലാസ്സില്ലായിരുന്നു. ഇത്ര ദിവസത്തിന് ശേഷം കണ്ടതുകൊണ്ട് മിഴികൾ സന്തോഷം കൊണ്ടും നിറഞ്ഞു തുളുമ്പിയിരുന്നു. തന്നെ കണ്ട് ഓടി വന്ന അമ്മുവിനെയും വിച്ചുവിനെയും കണ്ടതും കൈകൾ വിടുത്ത് നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. കുറച്ചു നേരം പിന്നെ ഫുള്ള് സ്നേഹപ്രകടനായിരുന്നു. അമ്മയുടെയും അച്ഛൻ്റെയും അടുത്തെത്തിയതും പിന്നെ പരാതിയായിരുന്നു. ചെറു ചിരിയോടെ എല്ലാം കേട്ടിരുന്നു. കുഞ്ഞിനെ കൊണ്ടുവരാത്ത പരിഭവം പറഞ്ഞെങ്കിലും അവർക്കെല്ലാം അമ്പാടിയില്ലാതെ പരില്ലെന്ന് പറഞ്ഞുപോയി. തനിക്ക് അവിടെ സന്തോഷമാണെന്ന് അറിഞ്ഞപ്പോൾ ആനന്ദത്താൽ നിറഞ്ഞ കണ്ണുകൾ ഒപ്പുന്ന അച്ഛനെയും അമ്മയെയും കണ്ടതും ദക്ഷിന് തന്നോടുള്ള മനോഭാവം മനഃപൂർവ്വം മറച്ചു വെച്ചു. ഈ ചേച്ചി എന്താ വിച്ചുട്ടാ? അതെ, ഈ ചേച്ചി ഒന്ന് സൂക്ഷിച്ചോ, ആ സഞ്ജയ് പുറത്തിറങ്ങിയിട്ടുണ്ടേ. സംസാരിച്ചിരിക്കണയിൽ വിച്ചു പറഞ്ഞത് കേട്ടത് ഞെട്ടിപ്പോയിരുന്നു. ദൈവമേ, അവൻ ഇത്രപ്പെടുന്ന് പുറത്തിറങ്ങിയോ? ജയിലിൽ നിന്ന് ഇറങ്ങിയപാടെ നേരെ ഇങ്ങോട്ടായിരുന്നു വന്നത്. ഈ ചേച്ചിയുടെ വിവാഹം കഴിഞ്ഞത് അറിഞ്ഞതും ഇവിടെ വന്ന് കുറെ പ്രശ്നം ഉണ്ടാക്കി. ഈ ചേച്ചി അവന് തന്നെ വേണമെന്ന് പറഞ്ഞ എവിടെ പോയത്? എന്റെ കൃഷ്ണ, ഇതിപ്പോ ഉള്ള സമാധാനം കൂടി പോയല്ലോ. ആഗ്രഹിച്ചത് നേടിയെടുക്കാൻ എന്ത് വൃത്തികെട്ട കളിയും അവൻ കളിക്കും. താൻ ആഗ്രഹിച്ചത് കിട്ടില്ലെന്ന് കണ്ട അത് മറ്റൊരാൾക്ക് കിട്ടാതിരിക്കും വേണ്ടി മുച്ചൂട് നശിപ്പിക്കുന്ന സ്വഭാവമാണ് അവൻ്റെ. എന്തോ എല്ലാം കൂടി ആലോചിച്ചപ്പോൾ ഉള്ളിൽ ഭയം ഇരട്ടിയായിരുന്നു. ഒപ്പം അരുതാത്തതെന്നോ നടക്കാൻ പോകുന്ന പോലൊരു തോന്നൽ. വിച്ചാപ്പ, നീ ചേച്ചി ഓരോന്ന് പറഞ്ഞ് പേടിപ്പിക്കാതെ എനിക്ക് പോയി. ചേച്ചി എന്തിനാ ഈ കുരങ്ങൻ പറഞ്ഞതൊക്കെ കേട്ട് പേടിക്കുന്നത്? അവൻ നീ ഒരു പ്രശ്നത്തിനും വരില്ല. വന്നാലും നിന്നെ പേടിക്കണ്ടേ? ഏട്ടായില്ലേ ചേച്ചിക്ക്? അമ്മ പറഞ്ഞത് കേട്ട് വെറുതെ ചിരിച്ചതേ ഉള്ളൂ. അവൾക്ക് അറിയില്ലല്ലോ അവിടെ ഏട്ടായിയുടെ സ്വഭാവം. പിന്നെയും കുറച്ചു നേരം അവിടെ ഇരുന്നു. ഭക്ഷണം കഴിച്ചത് റൂമിൽ വന്ന് കിടന്നെങ്കിലും ഉറക്കം വന്നില്ല. എന്നും കുഞ്ഞുറങ്ങുമ്പോൾ കാര്യമായിട്ടൊരു പണിയില്ലാത്തത് കൊണ്ട് അവന്റെ കൂടെ താനും കിടക്കും. ആരെങ്കിലും ഒപ്പം കിടന്നാൽ കുഞ്ഞിച്ചക്കന് കുറെ നേരം കിടന്നുറങ്ങും. ഇല്ലെങ്കിൽ തൊട്ടിൽ തന്നെ വേണം. ആ കുഞ്ഞുമേരിയിൽ നിന്നും വമിക്കുന്ന ബേബി പൗഡറിന്റെയും പാലിന്റെയും ഗന്ധമില്ലാഞ്ഞിട്ടാണെന്ന് തോന്നുന്നു ഇന്ന് എത്ര കിടന്നിട്ടും ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. കുറച്ചു നേരം തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് എണീറ്റു. അരികിലായിട്ട് അമ്മവും വിച്ചുവും കിടന്ന് നല്ല ഉറക്കാണ്. വൈക പതിയെ ഫോണെടുത്ത് പുറത്തേക്ക് നടന്നു. അമ്മേ, അമ്മേ! ദക്ഷിന്റെ ഉറക്കിയുള്ള വിളി കേട്ടാണ് കിച്ചണിൽ നിന്ന് ലക്ഷ്മി ഹാളിലേക്ക് വന്നത്. എന്താ അച്ചു, നീ എന്തിനേക്കിരുന്ന് ഒച്ച വെക്കുന്നത്? നേര്യത്തിന്റെ തലപ്പിൽ കൈകൾ തുടച്ചുകൊണ്ട് ലക്ഷ്മി അമ്മനെ സംശയത്തോട് ഉച്ച നോക്കിക്കൊണ്ട് ചോദിച്ചു. അവൾ എവിടെ? ആര്? കാശിയാണ് അവൻ ഉദ്ദേശിച്ചെന്ന് മനസ്സിലായെങ്കിലും ഒന്നും അറിയാത്ത പോലെ അവർ ചോദിച്ചു. കാശി എവിടെ? കുഞ്ഞു കിടന്ന് കരയുന്നത് അവൾ കേട്ടില്ലേ?
ദക്ഷി കരയുന്ന കുഞ്ഞിനെ എടുത്ത് തോളിലെടുത്ത് തട്ടിക്കൊടുത്തുകൊണ്ട് കരച്ചിൽ മാറ്റാൻ നോക്കിക്കൊണ്ട് പറഞ്ഞു, മോളിവിടെ ഇല്ല, അവളുടെ വീട്ടിൽ പോയി. അവളുടെ വീട്ടിലേക്കോ? എന്തിന്? അത് ശരി, അവൾക്ക് അവളുടെ വീട്ടിൽ പോക്കൂടെ? അതിനുണ്ടാകൂലേ ബാക്കിക്കാരെ കാണാൻ ആഗ്രഹം? ലക്ഷ്മി പറയുന്നത് കേട്ട് അവന് ദേഷ്യം വന്നു. കുഞ്ഞിനെ കൊണ്ട് പോകേണ്ടെന്ന് പറഞ്ഞപ്പോൾ അവൾ പോകില്ലെന്നാണ് അവൻ കരുതിയത്. അമ്മ അവന്റെ കരച്ചൊന്ന് മാറ്റി തന്നെ. കണ്ടില്ലേ കിടന്ന് കാറുന്നത്? കുറേ സമയമായി ഇങ്ങനെ കരഞ്ഞാൽ വല്ല അസുഖവും വരും. വരട്ടെ, അപ്പോഴേ നീ പഠിക്കൂ. അമ്മേ, നീ എടുത്തിട്ട് കരച്ചിൽ മാറ്റാത്ത കൊച്ചി ഞാൻ എടുത്ത കരച്ചിൽ മാറ്റും നിനക്ക് തോന്നുന്നുണ്ടോ? നിന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ കുഞ്ഞിനെ അവളുടെ കൂടെ വിടാൻ. അത് ഉറങ്ങി എണീറ്റ് മോളെ കാണാനായിട്ടുള്ള കരച്ചിലാണ്. എന്റെ കുഞ്ഞിനെ നോക്കാൻ എനിക്കറിയാം, അതിന് ഒരുത്തിൻ്റെ ആവശ്യമില്ല എനിക്ക്. നീ എന്താന്ന് വെച്ചാൽ ചെയ്യ്. അതും പറഞ്ഞ് ലക്ഷ്മി കിച്ചണിലേക്ക് പോയതും ദക്ഷി മോനെയും കൊണ്ട് പുറത്തിറങ്ങി അവൻ ഓരോന്ന് പറഞ്ഞും കാണിച്ചു കൊടുത്ത കുഞ്ഞിന്റെ കരച്ചിൽ മാറ്റാൻ നോക്കുന്നുണ്ടെങ്കിലും അവനതൊക്കെ കേൾക്കാത്ത പോലെ കണ്ണിറുക്കി ചിമ്മി കരച്ചിൽ തന്നെയാണ്. കരഞ്ഞ് കരഞ്ഞ് കുഞ്ഞിന്റെ മുഖമെല്ലാം ചുവന്ന് തുടുത്തിട്ടുണ്ട്. കുഞ്ഞിന്റെ കരച്ചിൽ കാണുമ്പോൾ അവൻ കാശിയോട് ദേഷ്യം തോന്നി. ഇതുപോലെ ദിവസം ഉണ്ടാവാതിരിക്കാനാണ് അവൻ ആദ്യമേ തന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ പറഞ്ഞത്. കുറെ നടന്ന് കാല് കഴിച്ചതും അവൻ കുഞ്ഞിനെയും കൊണ്ട് സിംഗിലിരുന്നു. കരയല്ലേ വാവേ, ദേ നോക്കിയേ. അവൻ ഓരോന്ന് കാണിച്ചു കൊടുത്തിട്ട് കുഞ്ഞിനൊരു മാറ്റവും ഇല്ലായിരുന്നു. ദേ, എനിക്ക് ദേഷ്യം വരുന്നുണ്ടേ. നീ ഇങ്ങനെ കിടന്ന് കരയാൻ അവൾ നിന്റെ ആരാ? നിന്നോട് ഇത്തിരിയെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ അവൾ പോകുമായിരുന്നോ? ദക്ഷി ദേഷ്യത്തിൽ പറഞ്ഞത് ആദ്യം കുഞ്ഞുചേക്കൻ ഒന്നും മിണ്ടാതെ നിന്നു. പിന്നെ തന്റെ അച്ഛൻ തന്നെ വഴക്ക് പറഞ്ഞതാണെന്ന് മനസ്സിലായതും പൂർവാധിക ശക്തിയോടെ കരച്ചിൽ തുടങ്ങിയതും സങ്കടം കൊണ്ട് അവന് മിഴികൾ കലങ്ങിയത്. എന്തോ ആലോചിച്ചുറപ്പിച്ച പോലെ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് അവൻ ഉള്ളിലേക്ക് പോയി. ലക്ഷ്മി അമ്മക്ക് വിളിച്ചു കഴിഞ്ഞതിന് ശേഷം ഉള്ള സമാധാനം കൂടി പോയിരുന്നു. അമ്മക്ക് വിളിച്ചപ്പോഴാണ് മോൻ ഉറങ്ങി എണീറ്റപ്പോൾ കരച്ചിൽ തുടങ്ങിയെന്ന് പറഞ്ഞു കേട്ടപ്പോൾ താൻ വരാമെന്ന് പറഞ്ഞെങ്കിലും അമ്മ സമ്മതിച്ചില്ല. ഫോണിലൂടെ ആ കുഞ്ഞി കരച്ചിൽ കേട്ടപ്പോൾ മുതൽ തുടങ്ങിയതാണ് ഉള്ളുപിടക്കാൻ. പിന്നെ ദക്ഷിണുള്ളതാണ് ആശ്വാസം. എന്നാലും ഉറങ്ങിയെണീറ്റ ആൾക്ക് നല്ല വാശിയാണ്. കുറച്ചു നേരം എടുത്ത് തോളിലിട്ട് നടക്കണം. എണീറ്റ് കഴിഞ്ഞാൽ ആരെങ്കിലും എടുത്ത് കണ്ടില്ലെങ്കിൽ അപ്പോൾ തുടങ്ങും കരച്ചിൽ. പിന്നെ എണീറ്റ താൻ തന്നെ വേണം. അമ്മ ചെന്ന് എടുത്താലും കരച്ചിൽ മാറ്റില്ല. അങ്ങനെ ഓരോന്ന് ആലോചിച്ച് ഉമ്മറത്തെ അരഭിത്തിയിൽ കയറി തൂണും ചാരിയിരുന്നു. വിച്ചു ഉറക്കം കണിച്ച് കളിക്കാൻ പോയിരുന്നു. അമ്മ ഒരു ചൂലും പിടിച്ച് മുറ്റത്തിലൂടെയും പറമ്പിലൂടെയും നടക്കുന്നുണ്ട്. അമ്മ അടുക്കളയിലാണ്. അച്ഛമ്മന് ഇതുവരെ എണീറ്റിട്ടില്ല. കുറച്ചു നേരം വീടിന് മുന്നിലെ റോഡിന്റെ സൈഡിലായുള്ള പാടത്തേക്ക് നോക്കി. അവിടെ നിറയെ പണിക്കാരാണ്. കൊഴുത്തിന് കാലായിരിക്കുന്നു. പട്ടുപാവാടയിട്ട് അച്ഛന്റെ വിരൽ തൂങ്ങി ആ പാടവരമ്പിലൂടെ തുള്ളിച്ചാടി വരുന്ന കൊച്ചു വൈകാശിയപ്പോൾ ഓർമ്മയിലേക്ക് എത്തിയിരുന്നു. സന്തോഷത്തിന് നിറങ്ങൾ നിറഞ്ഞ സുന്ദരമായ ബാല്യം. എല്ലാം ഇന്നലെ കഴിഞ്ഞത്. എത്ര പെട്ടെന്നാണ് തന്റെ ജീവിതം മാറി മറിഞ്ഞത്. അമ്പൂട്ടിനെ കുറിച്ച് ആലോചിച്ചപ്പോൾ ഉള്ളിൽ നോവ് തോന്നി. തന്നെ പോലെ പെറ്റം ഉപേക്ഷിച്ച് പോയ കുഞ്ഞ്, ആ കുഞ്ഞു മുഖമൊന്ന് കാണാൻ വേണ്ടി കൊതി തോന്നി. വീശിയടിക്കുന്ന തണുത്ത കാറ്റിന്റെ സുഖത്തിലെപ്പോഴും കണ്ണുകൾ അടഞ്ഞിട്ടുണ്ട്. മുറ്റത്തൊരു കാറ് വന്നു നിൽക്കുന്ന ശബ്ദം കേട്ടാണ് മിഴികൾ വലിച്ചു തുറന്നത്. ദക്ഷിന്റെ കാറാണെന്ന് കണ്ടതും അത്ഭുതം തോന്നി. ഒരു മാത്രം താൻ സ്വപ്നം കാണുകയാണെന്ന് തോന്നി. പതിയെ കയ്യിലൊന്ന് നുള്ളി നോക്കി. വേദനിക്കുന്നുണ്ടല്ലോ. അതെ, അപ്പൊ ഇത് സ്വപ്നമല്ല. ഇവനെന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത് എന്ന് ചിന്തിക്കുമ്പോഴേക്കും അവനെ ഇറങ്ങി കോർണർ സീറ്റിലെ ഡോറ് തുറന്നിരുന്നു. കോർണർ സീറ്റിൽ വെച്ച് ബേബി സീറ്റിൽ നിന്നും അവൻ കുഞ്ഞിനെ എടുക്കുന്നത് കണ്ടതും ആശ്ചര്യം തോന്നിയിരുന്നു. വേഗം അവൻ്റെ അടുത്തേക്ക് പോയി മോനെ വാങ്ങിയെടുത്തു. കരഞ്ഞു ചുവന്ന് കിടക്കുന്ന കുഞ്ഞു മുഖം കണ്ടതും നോവ് തോന്നി. ഇങ്ങോട്ട് വരേണ്ടിയിരുന്നെന്ന് തോന്നിപ്പോയി. ആ കുഞ്ഞി കവളിൽ അമർത്തി മുത്തിയതും ആ മിഴികൾ തുറന്നു നോക്കിയിരുന്നു. തന്നെ കണ്ടതും ആള് ചുണ്ടൊക്കെ പുറത്തേക്ക് കുന്തി അവന്റെ ഭാഷയിൽ എന്തൊക്കെ പറയുന്നുണ്ട്. കണ്ടാ പരിഭവം പറയുകയാണെന്ന് തോന്നും. ആഹാ, മോനാണോ വന്നത്? എന്താ മോൾ അവൻ അവിടെ നിർത്തിയത്? അമ്മയുടെ ശബ്ദം കേട്ടപ്പോഴാണ് ദക്ഷിണെ കുറിച്ച് ഓർമ്മ വന്നത്. അകത്തേക്ക് ഇരിക്കാം. അത് പറഞ്ഞ് മോനെയും കൊണ്ട് അകത്തേക്ക് കയറിയതും പിറകെ തന്നെ അസുരനും കയറി വന്നിരുന്നു. അപ്പോഴേക്കും വാക്കിംഗ് സ്റ്റിക്കിന്റെ സഹായത്തോടെ അച്ഛനും അവിടേക്ക് എത്തിയിരുന്നു. കുഞ്ഞിച്ചക്കൻ അമ്മുവിനെയും അച്ഛനെയും അമ്മയൊക്കെ കണ്ടിട്ടാണോ അതോ താൻ ഇനിയും പോകുമോ എന്ന് പേടിച്ചിട്ടാണെന്ന് അറിയില്ല. ആരെയും നോക്കാതെ തോളിൽ മുഖമമർത്തി കിടക്കുന്നുണ്ട്. അസുരനെ നോക്കി നിൽക്കുമ്പോൾ ഉള്ളിൽ പേടി തോന്നി. തന്നോടുള്ള ദേഷ്യം തന്റെ വീട്ടുകാരെ തീർക്കുമോ എന്ന് കരുതി. ഇവരോടൊക്കെ ഇവരെ നല്ല സ്നേഹമാണെന്ന് അവൻ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അങ്ങനല്ലെന്ന് അറിഞ്ഞാൽ ഇവർക്കത് സഹിക്കാൻ പറ്റില്ല. പക്ഷേ തന്റെ ചിന്തകളെയെല്ലാം പാടം തിരിച്ചുകൊണ്ടായിരുന്നു അവന്റെ പ്രവൃത്തികൾ. അമ്മയോടും അച്ഛനോടും അമ്മുവിനോടെല്ലാം നല്ല രീതിയിൽ തന്നെയായിരുന്നു അവൻ സംസാരിച്ചത്, പെരുമാറിയത്. അസുരന് ആദ്യമായാണ് ഇങ്ങനെ സംസാരിക്കുന്നത് കാണുന്നത്. അതിൻ്റെ ഞെട്ടലുണ്ടെങ്കിലും അത് പുറത്ത് കാണിച്ചില്ല. അമ്മക്കും അച്ഛനും അമ്മുവിനും എല്ലാം അവനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നാ മുഖം കണ്ടാൽ അറിയാം. അതിൻ്റെ ഇടയിൽ വിച്ചുവും വന്നിരുന്നു. എന്നാ ഞാൻ ഇറങ്ങാം, ഇനി നിന്ന വൈകും. ചായ കുടിയെല്ലാം കഴിഞ്ഞ് കുറച്ചു നേരം കൂടി അവരോട് സംസാരിച്ചതിന് ശേഷം അത് പറഞ്ഞ് ദക്ഷി പോകാൻ ഇറങ്ങി. ഇന്നിവിടെ നിന്നൂടെ മോനെ? പിന്നെ വരാച്ചാ, ഇപ്പൊ വീട്ടിൽ അമ്മ തനിച്ച. അച്ഛൻ ബാംഗ്ലൂരാണ്, നാളെ വരുള്ളൂ.
ശരിക്കും അസുറിന്റെ ഈ പെർഫോമൻസിൽ കിളികളെല്ലാം കുടുക്കിയെടുത്ത് പറന്നു പോയിരുന്നു. ഒരു നിമിഷം ഇത് ദക്ഷ തന്നെയല്ലേ എന്ന് വരെ ചിന്തിച്ചു പോയി. കുഞ്ഞാ. ദക്ഷിന്റെ വിളിയിൽ തോളി കിടന്ന ആള് മുഖമുയർത്തി നോക്കി. അവൻ കൈ നീട്ടിയത് മാളൊന്നും അടിച്ചെങ്കിലും അവന്റെ കയ്യിലേക്ക് പോയിരുന്നു. കുഞ്ഞിനെയും കൊണ്ട് അവൻ മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ നെഞ്ചിൽ നിന്ന് സങ്കടം ഉരുണ്ടുകൂടി തൊണ്ടക്കുടി വരെ എത്തി നിന്നിരുന്നു. വെറുതെ കൊതിച്ചു പോയിരുന്നു കുഞ്ഞിനെ തന്നിരുന്നെങ്കിലെന്ന്. ഇനിയും കുഞ്ഞിനെ പിരിഞ്ഞു നിൽക്കണമെന്ന് ആലോചിച്ചപ്പോൾ കണ്ണുകൾ നിറഞ്ഞു തൂകിയിരുന്നു. ആരും കാണാതെ തുളച്ചു നീക്കി അവന്റെ അടുത്തേക്ക് നടന്നു. പെട്ടെന്നാണ് തന്നെ പോലും ഞെട്ടിച്ച് അവൻ കുഞ്ഞിനെ തന്റെ കയ്യിലേക്ക് തന്നു. നാളെ കൂടി നിനക്കൂടെ നിൽക്കാം, പിന്നെ തിരിച്ചു വന്നോളണം. തന്റെ നന്ദിയോടെയുള്ള നോട്ടത്തെ അവഗണിച്ച് അധികാരസ്വരത്തിൽ അതും പറഞ്ഞ് കുഞ്ഞിന്റെ കവിളിലൊന്ന് മുത്തി കാറിൽ നിന്നും ഒരു കുഞ്ഞു ബാഗും എടുത്ത് കയ്യിൽ തന്ന് വണ്ടിയിൽ കയറി. കാർ അതിൽ നിന്ന് പോകുമ്പോഴും മിററിലൂടെ കണ്ടിരുന്നു കുഞ്ഞിലേക്ക് പാറി വീഴുന്ന ആ മെഴുകി. അത് കണ്ടപ്പോൾ സങ്കടം തോന്നി. എന്നാലും തന്നിലെ സ്വാർത്ഥത കുഞ്ഞിനെ പിരിഞ്ഞിരിക്കാൻ അനുവദിച്ചിരുന്നില്ല.